റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ ബെലറൂസിയൻ പ്രസിഡന്റ് അലക്സാണ്ടർ ലുഷൻകോ അയാളെ വിളിപ്പിക്കുന്നു. ഇതിന് രണ്ടിനും പ്രത്യേകതയുണ്ട്. ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. പോളണ്ട് പ്രസിഡന്റ് ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നു. അദ്ദേഹം അമേരിക്കയോട് റിക്വസ്റ്റ് ചെയ്യുകയാണ്, അമേരിക്കയുടെ ന്യൂക്ലിയർ വെപ്പൺസ് പോളണ്ടിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ തയ്യാറാണ്, ഞങ്ങൾ അതിനുള്ള എല്ലാ സഹകരണവും തരാം. ഇത് ബേസിക്കലി ഈ സ്റ്റേറ്റ്മെന്റ് വരുന്നത് അമേരിക്ക വരെ കൊണ്ട് പറയിപ്പിച്ച സ്റ്റേറ്റ്മെന്റ് ആണിത്. അതായത് ഇതിന്റെ റീസൺ എന്ന് പറയുന്നത്, ഇൻ കേസ് റഷ്യ സീസ്ഫയർ എഗ്രിമെന്റിൽ വന്നില്ല എങ്കിൽ ഫർദറായിട്ട് റഷ്യൻ സൈന്യം ഉക്രൈൻ്റെ മേൽ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ ഏത് രീതിയിലുള്ള പ്രതികരണമായിരിക്കും മുന്നോട്ട് പോകുന്നത്. ഇതാണ് അതിൻ്റെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള വാല്യൂ എന്ന് പറയുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട അടുത്തൊരു പോയിന്റ് ഉണ്ട്. 2016 യൂറോപ്പിന് വേണ്ടിയുള്ള അമേരിക്കയുടെ ന്യൂക്ലിയർ ഫെസിലിറ്റീസ്, അതായത് ന്യൂക്ലിയർ വെപ്പൺസ് ടർക്കിയിലായിരുന്നു ബേസിക്കലി. ഇത് 2016 അവിടെ പൊളിറ്റിക്കൽ ടെൻഷനും പ്രശ്നവും ഈ പറയുന്ന ഉർദോഗന്റെ ഇഷ്യൂ ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ അമേരിക്ക എന്ത് ചെയ്തു, അവിടുന്ന് ആ ന്യൂക്ലിയർ ഫെസിലിറ്റീസ് മുഴുവനും റൊമേനിയയിലോട്ട് കൊണ്ടുവന്നു.